തോറ്റുകൊടുക്കുക എന്നത് ജീവിതത്തിൽ ഇടയ്ക്കെങ്കിലും പ്രധാനപ്പെട്ട ഒരു കാര്യമായി അനുഭവപ്പെടാറുണ്ട്. അടുപ്പം കൂട്ടുന്ന ഒന്നായിട്ട് മാറാറുമുണ്ട്. അപ്പൻ വീട്ടിലുണ്ടായിരുന്നിട്ടും എന്തുകൊണ്ടാണ് മക്കളുടെ മനസ്സിൽ അമ്മയ്ക്ക് കൂടുതൽ ഇടം കടന്നു വരുന്നത്? അമ്മ ഒരുപാട് തോറ്റുകൊടുക്കുന്നത് കൊണ്ട് തന്നെയാണ്. ആ തോറ്റുകൊടുക്കലിലാണല്ലോ വീട്ടിലെ പല വഴക്കുകളും ഒഴിവാകുന്നത്. ചുരുക്കം ചില കുടുംബങ്ങളിൽ നേരെ മറിച്ചും സംഭവിക്കുന്നുണ്ട്. തോറ്റുകൊടുക്കുന്നവർ പല വഴക്കുകളും ഒഴിവാക്കുന്നവർ തന്നെയാണ്. എന്തുതന്നെയായാലും മറ്റൊരാൾ ജയിക്കാൻ വേണ്ടി ബോധപൂർവം തോറ്റുകൊടുക്കാൻ കഴിയുന്നവരൊക്കെ ലോകത്തോളം വലിയ ഹൃദയത്തിന് ഉടമകളാണ്. അവരുടെ ഓർമ്മകളിൽ നമ്മുടെ മനസ്സ് ദീപ്തമാകും. ഐതിഹ്യ കഥാപാത്രമാണെങ്കിലും സ്നേഹപൂർവം തോറ്റുകൊടുത്തത് കൊണ്ടാണല്ലോ മഹാബലി എന്ന അസുര രാജാവ് നമ്മുടെ മനസ്സിൽ പച്ചക്കെടാത്ത ഓർമ്മയായി നിറയുന്നത്. അതെ, തോറ്റുകൊടുത്തവർ വലിയവരാണ്. തോറ്റുകൊടുക്കാൻ മനസ്സ് കാണിച്ചവരാണ് പല വഴക്കുകളും ഇല്ലാതാക്കിയവർ. ഇടയ്ക്കെങ്കിലും നമുക്കൊന്ന് തോറ്റുകൊടുക്കാം. മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല, ജീവിതത്തിൽ ജയിക്കാനുള്ള യാത്രയ്ക്കിടയിൽ, ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും ചേർത്ത് വെച്ചുകൊണ്ടുള്ള നമ്മുടെ യാത്രയ്ക്കിടയിൽ ആ വഴിയൊന്ന് സുഗമമാകുന്നതിന് വേണ്ടിയിട്ട്, മനസ്സൊന്ന് ശാന്തമാകുന്നതിന് വേണ്ടിയിട്ട് ചില വഴക്കുകൾ ഇല്ലാതായേ മതിയാകും. അതുകൊണ്ട് തന്നെ ചില തോറ്റുകൊടുക്കലുകൾ നമ്മുടെ വിജയത്തിലേക്കുള്ള, കൂടുതൽ മികവിലേക്കുള്ള ചവിട്ടുപടി കൂടി തന്നെയാണ്. തോറ്റുകൊടുക്കലുകൾ നന്മയ്ക്കുള്ളതാകട്ടെ. നല്ലൊരു ദിനം കാത്തിരിക്കുന്നു. വഴക്കുകളില്ലാത്ത, പിണക്കമില്ലാത്ത നല്ലൊരു ദിനമാകട്ടെ ഈ ദിനം. നേരുന്നു ശുഭദിനം.